ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ഹലോ, വൈശാഖാണോ? ആ നമസ്കാരം, എൻ്റെ പേര് രാജൻ ഗുരുക്കളാണ്, കാരന്തൂർ എന്നാണ് വിളിക്കുന്നത്. ഹലോ പറഞ്ഞു. ടൈൽസിന്റെ ജോലിയാണോ? ഓക്കെ. അപ്പോ ഞാന് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ നമ്മുടെ കാരന്തൂര്. അപ്പൊ നമ്മുടെ നടപ്പാത നമുക്ക് ടൈല് വിരിക്കണം. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്പർ കിട്ടിയത്. എവിടെയാ സ്വദേശം? എരഞ്ഞിക്കൽ ഭാഗത്താണോ? അയ്യോ, എനിക്ക് തീരെ ഒഴിവില്ല, വിളിച്ചിട്ടൊരു കാര്യമില്ല. എങ്ങനെ പണിക്ക് വരാൻ പറ്റില്ല? വിരോധമില്ല. വേറെ ആരുടെയും നമ്പർ തരാവോ? നമ്പർ ഞാൻ പറയുന്ന ആളെ നമ്പറൊന്നും പറ്റിയ ആളൊന്നുമില്ല. അതായത് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, കാരണം ഒരു എന്താ പറയാ, എത്ര സ്ക്വയർ ഫീറ്റ് എന്ന് അറിയില്ല. ഹലോ, എനിക്ക് തീരെ ഒഴിവില്ല, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോ അല്ല, വിരോധമില്ല. എന്ന് അറിയുന്ന ആരുടെ നമ്പർ എന്നാൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. രാജൻ എന്ന് പറഞ്ഞ ആളാണ് നമ്പർ തന്നത്. എനിക്ക് അറിയില്ല, അല്ല മൂപ്പരുടെ നമ്പർ, എനിക്ക് വേറെ ആളെ നമ്പറൊന്നും അറിയില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഓ, ഞാൻ ഇപ്പൊ പണിയെടുക്കില്ല, അതുകൊണ്ടാ ബുദ്ധിമുട്ട്. ഓ, അപ്പൊ ഇപ്പം ടൈലിന്റെ പണിക്ക് പോവാറില്ലേ? പോവില്ല. അതാ നിന്റെ വിഷമം. എത്രയായി നിർത്തിയിട്ട്? ഇപ്പൊ 5 മാസമായി. 5-6 മാസം. എന്റെ അസുഖം എന്തെങ്കിലും വന്നോ? സുഖം ഒന്നുമല്ല, നിർത്തിക്കാതെ തന്നെ. ആഹാ, അപ്പം ഇപ്പൊ കുടുംബമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലി വേണ്ടേ വൈശാഖ? പണം എനിക്കൊരു പ്രശ്നമല്ല. ജോലിക്ക് ഇപ്പൊ കുടുംബം മുന്നോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്തായാലും അതൊരു അഹങ്കാരാണ്. അപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചത് എടുത്ത് തീർക്കാന്നുള്ളത്. എന്തായാലും ആ, കൂടെ ജോലി ചെയ്ത് ആരുടെങ്കിലും നമ്പർ ഉണ്ടോ? അല്ലെ ആരെങ്കിലും ഈ ആരെ നമ്പറും ഇല്ല, ഞാൻ ആരെയും വിളിക്കില്ല. അപ്പൊ നമ്മൾ ടൈൽ എടുക്കുന്ന പീഡിയയിൽ പോയാൽ അവരുടെ അടുത്തുണ്ടാവും ഈ സ്ഥിരമായി എടുക്കുന്ന കരാറുകാരൊക്കെ ഉണ്ടാവോ? അതിപ്പോ നിങ്ങൾ അന്വേഷിച്ചോക്കാൻ വരും. എവിടെയാ ഇപ്പൊ ഒന്ന് പോവാ? എവിടെയാ അവിടെ അടുത്ത് എവിടെയാ ഉള്ളത്? ഇവിടെ അടുത്തൊരു ഷോപ്പില്ല. അപ്പൊ വൈശാഖ എവിടുന്ന ജോലി എടുക്കുമ്പോ എടുക്കാറുള്ളത്? ഞാൻ ഇപ്പൊ ജോലി എടുക്കില്ലേട്ടാ. ഇത് വലിയ കഷ്ടമല്ല. ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ടൈലിന്റെ പണിയാന്ന് പറഞ്ഞിട്ടാണല്ലോ വൈശാഖിന്റെ നമ്പർ തന്നത് രാജൻ. മൂപ്പരോട് ചോദിച്ചാൽ മതി. അല്ല, രാജനെ മനസ്സിലായോ? ഏയ്, രാജന് മനസ്സിലായില്ല. എരഞ്ഞിക്കല് മസാല കച്ചവടം ചെയ്യുന്നേ? ഞാൻ എരഞ്ഞിക്കലുള്ള സ്ഥലം മുഖവൂരാണ്. അത് രാജന്റെ വീട് എരഞ്ഞിക്കലാണല്ലോ. ഞാൻ മുഖവൂരാണ് സ്ഥലം. പക്ഷെ ഈ മുഖവൂര് എരഞ്ഞിക്കൽ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. അത്ര വ്യത്യാസം ഉണ്ട്. 4 കിലോമീറ്ററിന് വ്യത്യാസമുണ്ട്. 4 കിലോമീറ്റർ അല്ലേ? അല്ലെങ്കിൽ ആനയും ആമയും അത്ര വ്യത്യാസം ഇല്ലല്ലോ. ഞാൻ അവിടെ പോലെ ഇല്ല ഇതിലേക്ക്. അവിടെ പോവാതെ പിന്നെ എങ്ങനെയാ വൈശാഖിന്റെ നമ്പർ അവിടെ കിട്ടുക? അത് മൂപ്പരോട് ചോദിക്കണ്ട, എനിക്കറിയാം. ഇപ്പൊ മൂപ്പര് എന്റെ നമ്പർ എങ്ങനെയാന്ന്. പക്ഷെ അപ്പൊ മൂപ്പര് നമ്പർ വന്നതിനെക്കൊണ്ടാണല്ലോ ഇനിയിപ്പോ എനിക്ക് കിട്ടിയത്, ഞാൻ വിളിച്ചതും. ഓ, നിങ്ങൾ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ടൈൽ പണിക്ക് പോകലെന്നില്ല. പണിക്ക് പോകില്ല, ടൈൽസിന്റെ പണി. ഇപ്പൊ ഞങ്ങളിപ്പോ ചില ആളുകൾ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ പൈസ കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട്, അതുകൊണ്ടാണോ? അയ്യോ, പൈസ കിട്ടില്ല, പണിക്ക് പോകാൻ താല്പര്യമില്ല, അതിനോട് നിർത്തി വെറുതെ നടക്കിയപ്പോ. അപ്പൊ അല്ല, ഞാൻ ചോദിക്കുന്നത് ടൈൽസിന്റെ പണി അത്ര മോശമാണോ? മോശമാണോന്ന് അതിനെ പറ്റി ശിക്ഷയില്ല. ഞാൻ ഇപ്പൊ പോകില്ല, പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാം. എന്താണ്, ശരീരം തളർന്ന അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയോ? അപകടം പറ്റിയില്ല, പുറത്തിറങ്ങാൻ പറ്റാൻ എന്തോ പ്രശ്നമുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാൻ ചെറിയ പ്രശ്നമുണ്ട്, അത് പുറത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ച് ആരോടും പറയാനൊന്നും പോണില്ല കേട്ടോ. പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്താ പ്രശ്നം? വല്ല പ്രണയവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായോ? അതൊന്നല്ലേ, ഇപ്പൊ തനിക്ക് ഞാൻ ഇപ്പൊ പണിക്ക് പോകില്ല, ഒരു പണിക്കും പോകില്ല. ജോലി എടുക്കുന്നത് കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ട് എന്തെങ്കിലും? ശാരീരിക ബുദ്ധിമുട്ടായിട്ടില്ല, ഞാൻ പോകാൻ താല്പര്യമില്ല, നിർത്തിക്കാതെയാണ്. നമ്മുടെ ഇവിടെ ആഴ്ചക്ക് 2 ദിവസം ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. യോഗ, വേദം, ശാസ്ത്രം, ഇതിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും. ഓ, ഞാൻ വരുന്നുണ്ട്. വരാൻ താല്പര്യമുണ്ടോ? ഓ, താല്പര്യമുണ്ട്. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ നമ്പർ കൊടുക്കാം, അവര് വിളിക്കും. ആഴ്ചക്ക് 2 ദിവസം തികച്ചും സൗജന്യാണ്. അപ്പൊ എന്നാ ആ ടൈലിന്റെ നമ്പർ ഒന്ന് സംഘടിപ്പിക്കുക. ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഞാൻ ആരാന്നറിയോ? അതെന്തുപറ്റി? ഞാൻ റെഡ് എഫ് RJ സൂരജ് ആണ്. ഇത് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. രാഹുലും ലിവേഷും കൂടിയാണ് ഈ പണി തന്നത് കേട്ടാ. ഹലോ മൈ ഡിയർ റോങ് നമ്പർ.